ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് ക്രിസ്മസ് ദിനമാണ്. ദൈവപുത്രൻ മനുഷ്യനായി പിറന്ന അതിമനോഹരമായ അതിശ്രേഷ്ഠമായ ദിനം. ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന് ലോകം കേട്ട സുന്ദര ദിനം. നമുക്ക് വേണ്ടി ജനിച്ച രക്ഷകനെ നമുക്ക് പോയി കാണാമെന്ന് ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞ് ബേഥലഹേമിലേക്ക് യാത്രയായ ദിനം. രാജാക്കന്മാരും ജ്ഞാനികളും ഇതാ ഒരു നക്ഷത്രം, ആ നക്ഷത്രത്തെ പിന്തുടർന്ന് ബേഥലഹേമിലെത്തി ദൈവപുത്രനെ കണ്ടു വണങ്ങിയ ദിനം. സന്തോഷത്തിൻ്റെ ഈ സുദിനത്തിൽ ദൈവം നമ്മോടൊത്ത് വസിക്കുവാൻ തിരുമനസ്സായ ഈ അനുഗ്രഹീത ദിനത്തിൻ്റെ സ്നേഹവും പ്രാർത്ഥനാശംസകളും അനുഗ്രഹങ്ങളും ഏറെ ആത്മാർത്ഥമായി ഞാൻ നിങ്ങളേവർക്കും, നിങ്ങൾ ഓരോരുത്തർക്കും നേരുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, 2025 ബഥനി സന്യാസിനി സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹീതമായ ഒരു വർഷമായിരുന്നു. ബഥനി 100 വർഷങ്ങൾ പിന്നിട്ട് 2-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന അനുഗ്രഹീതമായ ഒരു കാലയളവ്. നമ്മുടെ സെൻറ്റിനറി ആഘോഷങ്ങൾ സഭയും സഭാമക്കളും നാം ഓരോരുത്തരും ഉൾച്ചേർന്ന് ഏറെ മനോഹരവും അതിശ്രേഷ്ഠവും മഹത്തരവുമാക്കി തീർത്ത ഒരു സന്ദർഭം. കഴിഞ്ഞ 100 വർഷങ്ങൾ ദൈവത്തോടൊത്ത് സഞ്ചരിക്കുവാൻ തന്നെ സമർപ്പിച്ച ധന്യനായ മാർ ഇവാനിയോസ് പിതാവും നമ്മളുടെ പൂർവികരായ പ്രിയപ്പെട്ട മദേഴ്സും നമുക്ക് മുൻപേ യാത്ര ചെയ്ത പ്രിയപ്പെട്ട സിസ്റ്റേഴ്സും ഒക്കെ നമ്മോടൊപ്പം ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു യാത്രയുടെ ഓർമ്മകൾ, അത് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ, സഭയുടെ ചരിത്രത്തിൽ, ബഥനിയുടെ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതി ചേർത്ത ഒരു അനുഗ്രഹീതമായ ആഘോഷകാലം. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ധന്യനായ മാർ ഇവാനിയോസ് പിതാവിനെ നന്ദിയോടെ നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്താം. നമ്മുടെ പ്രിയപ്പെട്ട മദേഴ്സിനെ സ്നേഹത്തോടെ നന്ദിയോടെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാം. വിശേഷിച്ചും അവരുടെ ജീവിത മാതൃകകളെ. ഇനിയും ബഥനി മക്കൾ 2-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന ഒരു സന്ദർഭമാണ്. 2026 ആണ്ടിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലമായി നമ്മുടെ ജീവിതത്തെ കോറിയിടുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രാർത്ഥനയുടെയും ദൈവസമ്പാദനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സുവിശേഷീകരണത്തിൻ്റെയും
വർഷമായി 2026 തുടർന്നുള്ള വർഷങ്ങളും നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. നമ്മുടെ യാത്രയിൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന ഇമ്മാനുവേൽ, അവനോടൊപ്പം ആയിരിക്കുവാൻ നമ്മുടെ ജീവിതത്തെ അവൻ്റെ കരങ്ങളിൽ നമുക്ക് വെച്ചു കൊടുക്കാം. സന്യാസം ഏറെ വെല്ലുവിളി നേരിടുന്ന ഒരു കാലയളവിലാണ് നമുക്ക് ജീവിക്കുന്നത്. ക്രിസ്തുവിനെ പിൻചെല്ലുവാൻ ഒരുപാട് വെല്ലുവിളികൾ നാം ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ യാത്ര സഫലമാക്കാം. ഈ ഒരു കാലയളവിൽ പ്രത്യേകിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ആരാധനാ വർഷമായി ആഘോഷിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ആത്മാവിലും സത്യത്തിലും സത്യ ആരാധകരായി തീരുവാൻ നമ്മുടെ പരിശ്രമങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എല്ലാവർക്കും സ്നേഹപൂർവ്വം, ഹൃദയപൂർവ്വം ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ, പ്രാർത്ഥനകൾ ഞാൻ നേരുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും സ്വീകരിക്കുവാൻ, അതനുസരിച്ച് 2026 ആണ്ടിൽ തമ്പുരാനോട് പ്രത്യുത്തരിക്കുവാൻ നമ്മുടെ ജീവിതത്തെ അവിടുത്തെ പാദത്തിൽ ഒരു കാണിക്കയായി സമർപ്പിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ തിരുപ്പിറവിയുടെ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കുമായി, ഓരോരുത്തർക്കുമായി 2026 അനുഗ്രഹീതമായൊരു വർഷമാകട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നമുക്ക് സ്നേഹത്തോടെ, സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തിൽ മുന്നേറാം. ദൈവകൃപകൾ ആശംസിക്കുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. സ്നേഹത്തോടെ സിസ്റ്റർ ആർദ്ര, മദർ ജനറൽ.